Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ വെന്തുമരിച്ചത് നാടിനെ കണ്ണീരിലാഴ്ത്തി. അങ്കമാലി കോടതിക്ക് സമീപം താമസിക്കുന്ന അയ്യമ്പള്ളി വീട്ടിൽ ബിനീഷ്, ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. വീടിന്റെ ഒരു മുറിയിലെ മാത്രം ലോക്കലൈസ് ഒരു ഫയർ ഉണ്ടായിരുന്നു. അതിൽ 4 പേർ മരിച്ചു. സോ വിശദമായ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിനു ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. ഇപ്പോൾ സയന്റിഫിക് എക്സ്പേർട്സിന് പരിശോധനയ്ക്ക് ശേഷം മാത്രം കൂടുതൽ ആദ്യമായിട്ട് ഒരു വലിയ ലോക്കലൈസ് ഒരു ഫയർ പോലെയായിരുന്നു. ഐ എം നോട്ട് ദ എക്സ്പേർട്ട് ഫോർ ദാറ്റ്, ബട്ട് ഇറ്റ് സീംസ് ദാറ്റ് it may not have been short circuit, but that too, I mean, after investigation we will be able to get ആദ്യം എല്ലാ നടപടി ചെയ്തതിനു ശേഷം മാത്രം. അങ്കമാലിയിൽ മലഞ്ചരക്ക് കച്ചവടം നടത്തുകയാണ് ബിനീഷ്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ ലബോറട്ടറി അധ്യാപികയായിരുന്നു അനു. ബിനീഷിന്റെ അമ്മ ചിന്നമ്മയും ഈ വീട്ടിലുണ്ട്. താഴത്തെ മുറിയിൽ കിടക്കുന്ന ചിന്നമ്മ വെളുപ്പിന് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് മുകളിൽ തീപിടിച്ചത് അറിയുന്നത്. മുകളിലെ മുറിയിൽ മാത്രം തീപിടിച്ചത് എങ്ങനെയെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഒരു മുറിയിലുണ്ടായിരിക്കുന്ന തീപിടുത്തമാണ്. നമ്മളത് കാണുമ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് പോലീസിൻ്റെ ഒരു പ്രാഥമിക പരിശോധനയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കൃത്യമായിട്ടുള്ള പരിശോധനയിൽ മാത്രമേ, വിദഗ്ധമായിട്ടുള്ള പരിശോധനയിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ കാരണം, തീപിടുത്തത്തിൻ്റെ കാരണം നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ആ മുറിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു തീപിടുത്തമാണെന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് പറയുന്നത്. കാരണം പുറമേ ഒന്നും പിടിച്ചിട്ടില്ല, അതിൻ്റേതായിട്ടുള്ള യാതൊരു സാധ്യതകളും നിലവിൽ കാണുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് മുറിക്കകത്ത് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് പരിശോധിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണോ അല്ലാന്നൊരു സൂചനയുണ്ടോ? അവർക്ക് പ്രാഥമികമായിട്ട് ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഒരു സൂചനകൾ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതും ഒരു വിദഗ്ധ പരിശോധനയിൽ, ഫോറൻസിക് ഒരു പരിശോധനയിൽ മാത്രമേ അത് ആധികാരികമായിട്ട് പറയാൻ കഴിയൂ. വീടിന് ചുറ്റും CCTV ഉണ്ട്. പുറത്തുനിന്ന് എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായോ എന്നറിയാൻ ദൃശ്യങ്ങൾ പരിശോധിക്കും. ഏറെ സന്തോഷമായി ജീവിക്കുന്ന കുടുംബമായിരുന്നു ബിനീഷിൻ്റേത്. ഇവരുടെ വേർപാട് നാടിനെ ആകെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കത്തിക്കൊണ്ടിരിക്കുക, മുകളിൽ നില മൊത്തമായിട്ട് കത്തിക്കൊണ്ടിരിക്കുക. ഞാനപ്പോൾ വണ്ടിയോടെ നിർത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒരു അമ്മയെ നിലവിളി കേൾക്കുന്നുണ്ട്. എന്താ സംഭവം തപ്പാതെ നിൽക്കുന്ന ജ്യേഷ്ഠനെ വിളിച്ച് പുള്ളി കൂടി വന്നു. പുള്ളി നേരെ പോയി നോക്കുമ്പോൾ ഡോറ് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡോറ് ഒരു ദിവസം തുറക്കാൻ പറ്റുന്നില്ല. ഡോറ് അത്രയേറെ ബ്ലോക്കായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് പണിക്കാരവിടെയുണ്ട്. അമ്മ എനിക്ക് തോന്നുന്നു 4 മണിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് എനിക്ക് സമയത്ത് പുള്ളി ചോദിച്ചാൽ ആരെയും കിടക്കുന്ന തുണികൾക്കൊക്കെ തീ പിടിക്കുന്നത് കണ്ടിട്ട് പുള്ളിന് പണിക്കാരനെ വിളിച്ചു. ആ പണിക്കാരനെ വിളിച്ച് അവനും കൂടി വന്നപ്പോൾ അവൻ കുറച്ച് നേരം പുറത്തുനിന്ന് ആരും വിളിച്ചു. ഇവരായ എല്ലാവരും ഉറക്കത്തിലാവും. അതിനുശേഷം അവൻ കൂടി വെള്ളം കോരി വെച്ച് കുറേ വെള്ളം അപ്പുറത്ത് ബാക്ക് സൈഡിലാണ് വെച്ചത്. പക്ഷേ ഡോറ് എങ്ങനെയോ തുറക്കണം, ഡോറ് തുറക്കണം. പിന്നെ അത് മാത്രമല്ല ഇവർക്ക് ആർക്കും ഡോറ് തുറക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇത് നമ്മളുടെ കാഴ്ചപ്പാടിൽ ഇതിൽ ഇടിവെട്ടൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഫോൺ കത്തുപിടിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും അമ്മയുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽപക്കക്കാരും സമീപത്ത് താമസിക്കുന്ന ബിനീഷിന്റെ ജോലിക്കാരനായ അന്യസംസ്ഥാന തൊഴിലാളിയും തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ബിനീഷും ഭാര്യയും മക്കളും കിടന്നിരുന്ന മുറിയുടെ വാതിൽ അകത്തുനിന്നും പൂട്ടിയിരുന്നു. തീപിടുത്തത്തെ തുടർന്ന് ജനലിന്റെ ചില്ലുകൾ പൊട്ടിത്തെറിക്കുകയും തീ ആളുകയും ചെയ്തതിനാൽ ആർക്കും വീടിന് മുകളിലേക്ക് കയറാനായില്ല. രാവിലെ 5:30 ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും 4 പേരും മരിച്ചു കഴിഞ്ഞിരുന്നു. പുള്ളി അടിച്ചു നോക്കി. എൻ്റെ വീടാ കാണുന്നതാണ്. ഞാനവിടെ എഴുന്നേൽക്കുന്ന സമയത്ത് 5 മണിക്ക് നടക്കാൻ പോകുന്നുണ്ട്. ആ ഡ്രസ്സെടുത്തിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. എഴുന്നേൽക്കുന്ന സമയത്ത് എലിയാസനെ വിളിച്ചു. പക്ഷേ ആ സമയത്ത് ഞാൻ ഫോൺ ഉള്ളിൽ വെച്ചൊക്കെയായിരുന്നു. വെളിയിലേക്ക് ഇറക്കുമ്പോൾ പട്ടി കിടന്ന് ഭയങ്കര കുറയ്ക്കലും ഇറക്കില്ല. അപ്പോൾ ഞാൻ വീടിൻ്റെ സൈഡിലെന്നൊക്കെ നോക്കിയപ്പോൾ ഈ തീൻ്റെ വെളിച്ചോട് കാണുന്നത്. അങ്ങനെ വെളിയിലേക്ക് ഓടി വന്നു. ഓടിയ സമയത്ത് ഇവർ എലിയാസുണ്ട്, എൻ്റെ ചേട്ടൻ്റെ, ഞങ്ങൾ 3-4 ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അമ്മ വന്ന് തലത്തേക്ക് പറയുന്നത് 4 മണിക്ക് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റാണ്. എന്താ സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല. പുള്ളിക്കാരത്തി മുകളിൽ പോയി നോക്കി. അങ്ങനെ അമ്മേനെ കൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ ഇരുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചേട്ടൻ താമസിക്കുന്നത് പഠനപ്പുറമാണ്. ആ സമയത്ത് ഫോണും വിളിച്ചിട്ട് നമ്മുടെ ആ ടെൻഷൻ കൊണ്ടായിരിക്കും ഫോൺ എടുത്തിട്ടും പലരെയും കിട്ടുന്നില്ല. ഓരോരുത്തരുടെ വിളിച്ചിരുന്നു. 5:30 കുട്ടികളുടെ മൃതദേഹം വാതിലിന് സമീപത്തായാണ് കണ്ടത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാകാമെന്നാണ് നിഗമനം. മുറിയിൽ കട്ടിലിന്റെ 2 അറ്റത്ത് കത്തിക്കരിഞ്ഞ നിലയിലാണ് ബിനീഷിന്റെയും ഭാര്യ അനുവിന്റെയും മൃതദേഹം കണ്ടെത്തിയത്. 14 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം.
ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിവരികയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.